ഹലോ, മലയാളം അക്ഷരമാലയുടെ ക്ലാസ് 6ലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു എന്നൊന്ന് ഓർമ്മിക്കാൻ പറ്റുമോ നോക്കൂ. ആ, ആ, ഈ, ഊ, ഊ, റ്. ഇത്രയും അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി ഒരേപോലെയുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള അക്ഷരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും സിമിലർ ആയിട്ടുള്ള അക്ഷരങ്ങളെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുമ്പോൾ അത് ഓർമ്മിക്കാൻ ഈസി ആയിരിക്കും. സോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളാണ് എ, ഐ. 3 അക്ഷരങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. എന്താണ് ഇത് വായിക്കുന്നത്? എ. എന്താണ്? എ. എ. ഇനി എ പോലെ തന്നെ എന്നാൽ അതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നതാണ് എ. ഈ എയുടെ കൂടെ ഒരു ചിഹ്നം എക്സ്ട്രാ ഇടുന്നതാണ് ഐ. എങ്ങനെയാണ് എ എന്ന് എഴുതുക? നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ എഴുതി നോക്കാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെറുതാണ്, എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, എന്നിട്ട് ഒരു വലിയ ലൈൻ ഇങ്ങോട്ട്, എന്നിട്ട് അതേ ലൈനിൽ തന്നെ താഴേക്ക് വന്ന് ഇങ്ങനെ ഒരു വലിയ ഇത് കൊടുക്കുക. എ. ഇനി ഇതേ കാര്യം ഇതേപോലെ തന്നെ ചെറുത് ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, തിരിച്ചു വന്ന് ഇങ്ങനെ താഴേക്ക് പോകുന്നതിന് പകരം ഒരു 3 എന്നിവിടെ എഴുതുക. ഇതാണ് എ. ആദ്യത്തേത് എ, അടുത്തത് എ. ഇനി ആദ്യം എഴുതിയിരിക്കുന്ന എ തന്നെയാണ് അതിന്റെ മുന്നിൽ ഇങ്ങനെയൊരു കുഞ്ഞു ചിഹ്നം ഇടുക. ഒരു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി അതിനുശേഷം എ എന്ന് എഴുതിയാൽ അത് നമ്മൾ വായിക്കാൻ പോകുന്നത് ഐ എന്നാണ്. എ എഴുതാൻ എല്ലാവരും പെൻസിലും പേപ്പറും ഒക്കെ എടുത്ത് റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ സെമി സർക്കിൾ പോലെ ഈ ഒരു ഷേപ്പ് നിങ്ങൾ ആദ്യമായി ചിത്രം വരയ്ക്കാൻ പഠിക്കുമ്പോഴും എഴുതാൻ പഠിക്കുമ്പോഴും ഒക്കെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് എപ്പോഴും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ വളരെയധികം ഈസിയുമായിരിക്കും. അപ്പോ ആ ഒരു ഷേപ്പ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് എഴുതി അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ, ദെൻ ഒരു വെർട്ടിക്കൽ ലൈൻ, മുകളിലേക്ക് ഒരു വര വരയ്ക്കുക, എന്നിട്ട് അതിലൂടെ തന്നെ താഴേക്ക് വന്ന് എന്നിട്ടൊരു വലിയ ഷേപ്പ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു വലിയ ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ട് അല്ലേ? എങ്ങനെയാണ് അത് എഴുതുന്നത്? ഇങ്ങനെ എഴുതുക, സ്ട്രെയിറ്റ് ലൈൻ, മേലോട്ട് പോവുക, അതിലൂടെ തന്നെ താഴേക്ക് വരിക, ഇങ്ങനെ. എ എങ്ങനെ എഴുതാം? കുഞ്ഞു ഷേപ്പ്, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, എ. ഇങ്ങനെ വന്നു പോയി, സ്ട്രെയിറ്റ് ലൈൻ, അഗൈൻ എ. എഴുതി നോക്കൂ. ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇത് പല പ്രാവശ്യം ഇവിടെ എഴുതുന്നതാണ്. കാരണം എ, ഐ ഇത് മൂന്നും ഒരുപോലെയാണ് എഴുതുന്നത്. അപ്പൊ ഈ ഓരോ അക്ഷരങ്ങളും 3ഉം 4ഉം പ്രാവശ്യം എഴുതുമ്പോഴേക്കും നിങ്ങൾ എ എഴുതാൻ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും. ഇനി എഴുതാൻ പോകുന്നത് എ ആണ്. എങ്ങനെയാ എ ആക്കുന്നത്? നേരത്തെ പഠിച്ച പോലെ എഴുതാം, അതിനുശേഷം ഇവിടെ ഒരു 3യില് ഫിനിഷ് ചെയ്യാം. എ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ വന്നു, മുകളിലോട്ട് പോയി താഴേക്ക് വന്നു, ഒരു 3യില് ഫിനിഷ് ചെയ്തു. എ അഗൈൻ ഇങ്ങനെ വന്നു, മുകളിലോട്ട് പോയി താഴേക്ക് വന്നു, 3യില് ഫിനിഷ് ചെയ്തു. എ. ഇപ്പൊ എത്ര പേർക്ക് വേഗം എഴുതാൻ പറ്റുന്നുണ്ട്? ഈസി അല്ലേ? ഓക്കെ, ഒന്നുകൂടി എഴുതി നോക്കാം. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, എ. ഇനി മൂന്നാമത്തെ അക്ഷരം അത് ഐ ആണ്. ഐ
അതിന് ഈസിയാണ്. എ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു ചിഹ്നം ഇട്ടാൽ മതി. ഇങ്ങനെ സർക്കിളിൽ പോയിട്ട് ഇങ്ങനെ. ഓക്കെ, ഇതിന് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് എ അതുപോലെ തന്നെ എഴുതാം. അപ്പൊ ഐ ആയി. ആദ്യം ചിഹ്നം, പിന്നെ എ, ഐ. ഇത് ഒരുമിച്ച് തന്നെ വായിക്കണം കേട്ടോ. ഈ ചിഹ്നം ആദ്യം വായിച്ച് പിന്നെ എന്ന് വായിക്കാൻ പാടില്ല. ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുമിച്ച് ഐ എന്ന് തന്നെ വായിക്കാൻ പാടുള്ളൂ. ആദ്യം ചിഹ്നം എഴുതണം, പിന്നെ എ എഴുതണം. എങ്ങനെ വായിക്കാം? ഐ, ചിഹ്നം എ, ഐ. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. ആദ്യമായി എ ഒന്നുകൂടി എഴുതുകയാണ്. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ എ എന്നെഴുതി. ഈ എ ഉപയോഗിച്ചുള്ള കുറച്ച് വാക്കുകളാണ്. എ, എലി. ഇതില് നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണത്? ഈയുടെ ചിഹ്നമാണ്. എ നിങ്ങൾ ഇപ്പൊ പഠിച്ചു, ഈയുടെ സിമ്പൽ നിങ്ങൾ മുമ്പ് പഠിച്ചു. ഈ ഇടയ്ക്കുള്ള അക്ഷരം പഠിച്ചിട്ടില്ല, ഇത് കുഴപ്പമില്ല. ഇത് ല ആണ്. അപ്പൊ ഇതെങ്ങനെ വായിക്കും? എലി, എലി. അടുത്തത് 8, 8. 8ന് മലയാളത്തിൽ പറയുന്നത് 8 എന്നാണ് അല്ലേ? ഇങ്ങനെ 8 എന്ന് എഴുതുക. 8. അടുത്തത് എവിടെ. അടുത്ത വാക്കാണ് എവിടെ. ഇവിടെയും നിങ്ങൾ മുമ്പ് പഠിച്ചിരിക്കുന്ന ഒരു ചിഹ്നം വന്നിരിക്കുകയാണ്, ഈയുടെ സിമ്പൽ. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് നിങ്ങൾ ഏത് മലയാളം വേർഡ് കണ്ടാലും നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അറിയാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് വായിക്കണ്ട. പക്ഷെ അ, ആ, ഇ, ഈ, ഉ, ഊര് ഇത്രയും അക്ഷരങ്ങളും അതിന്റെ സിമ്പിൾസും റൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതെനിക്കറിയാം. ഇത് ഈയുടെ സിമ്പിൾ ആണ്, ഇത് ഈയുടെ സിമ്പിൾ ആണ്, ഇത് ഊന്റെ സിമ്പിൾ ആണ് എന്നൊക്കെ ജസ്റ്റ് റൗണ്ട് ചെയ്യോ. ഒരു ന്യൂസ് പേപ്പറോ മലയാളം ന്യൂസ് പേപ്പറൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ അക്ഷരങ്ങളും വായിക്കണ്ട. ഇത്രയും കാര്യങ്ങളൊന്ന് സർക്കിൾ ചെയ്തിട്ട് ഇത് മാത്രം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മൂന്നാമത്തെ വാക്ക് എവിടെ. ഇനി നമുക്ക് എ ഉപയോഗിച്ചുള്ള വാക്കുകൾ നോക്കാം. എങ്ങനെയാണ്? എ എന്നെഴുതി ലാസ്റ്റ് 3 ഫിനിഷ് ചെയ്യുന്നതാണ്. എ അതിന്റെ നീട്ടിയുള്ള അക്ഷരമാണ്. അപ്പൊ എ ഉപയോഗിച്ച് ഏണി, ലാഡറിന് ഏണി എന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെയും സിമ്പിൾ ഉണ്ട്. ഈയുടെ സിമ്പിൾ ആണ്. ഏലം, ഏലക്കായ, കാർഡമൺ, ഏലം. 7, 7, 7. ഇത് എ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. ഇനി ഐ, ആദ്യം ചിഹ്നമിടണം, പിന്നെ എ എന്നെഴുതണം. അപ്പോ ഐ ആയല്ലേ? ഐ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകള് ഐസ്, ഐസ് എന്നെഴുതുക ഇങ്ങനെയാണ്. അടുത്തത് ഐക്യം, ഒരു ഒത്തൊരുമ, നമ്മള് ഒരുമിച്ച്, അതിനൊക്കെയാണ് ഐക്യം എന്ന് പറയുന്നത്. അടുത്തത് ഐശ്വര്യം, ഐശ്വര്യം. നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്നുകൂടി ഒരുമിച്ച് എഴുതി നോക്കാം. എലി, 8, എവിടെ, ഏണി, ഏലം, 7, ഐസ്, ഐക്യം, ഐശ്വര്യം. ഇനി മുമ്പ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ എക്കും ഏക്കും ഐക്കും സിമ്പിൾസ് ഉണ്ട്. എയുടെ സിമ്പിൾ ആണ് ഇത്. നമ്മൾ ഐ എഴുതാൻ വേണ്ടി എയുടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ഒരു കുഞ്ഞു സിമ്പിൾ ഇല്ലേ? ആ സിമ്പിള് എയുടെ കൂടെ എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഐ എന്ന് വായിക്കുന്നത്. ബാക്കി ഏത് അക്ഷരത്തിന്റെ കൂടെയും ആ സിമ്പിൾ കണ്ടാൽ നമ്മൾ അത് എ എന്നാണ് വായിക്കുക. അപ്പൊ ഇതാണ് എയുടെ സിമ്പിൾ. അതുപോലെ എയുടെ സിമ്പിളോ, ഇത് പണ്ടത്തെ കാലത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോണിന്റെ ഒക്കെ ഒരു ഷേപ്പാണ്. ഓക്കെ, സോ എ, പിന്നെ എയുടെ ഈ ഒരു സിമ്പിള് 2 പ്രാവശ്യം വന്നാൽ അതിനർത്ഥം ഐ എന്നാണ്. ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ മുന്നേ ഈ ഒരു സിമ്പിൾ, നമുക്ക് ആ സിമ്പിൾ എങ്ങനെയാ എഴുതുക നോക്കാം. ഓൾറെഡി നോക്കി, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് എയുടെ സിമ്പിൾ എഴുതുക. ഇനി എയുടെ സിമ്പിളോ, ഇങ്ങനെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് വന്ന് ഇങ്ങനെ ഒരു വയറൊക്കെ പോലെ
ഓക്കെ, എങ്ങനെയാണ്? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വന്നു, എങ്ങനെയാണ് എയുടെ സിമ്പിൾ എഴുതുക. ഇനി ഐയുടെയോ ഈ മുകളിൽ കണ്ട സിമ്പിൾ 2 പ്രാവശ്യം എഴുതുക, അത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് എഴുതണം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരക്ഷരം എടുക്കാം. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു അക്ഷരമാണെങ്കിലും കുറെ വാക്കുകളിൽ കണ്ട് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും. ക എന്ന അക്ഷരം ഈ 3 സിമ്പിൾസും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം എയുടെ സിമ്പിള് കായുടെ മുന്നിലിട്ടാൽ, ക അതിന്റെ മുന്നിൽ തന്നെയാണ് ഇത് ഇടേണ്ടത്. കായുടെ മുന്നിൽ ഈ സിമ്പിൾ കണ്ടാൽ ഇതിന് എന്താണ് വായിക്കുക? ഇത് ആരുടെ സിമ്പിളാണ്? എയുടെ സിമ്പിളാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാ വായിക്കുക? എ ക എന്നാണോ? അല്ല, കെ. കെ കായുടെ കൂടെ ഇടുമ്പോ കെ. പായുടെ കൂടെ ആണെങ്കിലോ പേ. തായുടെ കൂടെ ആണെങ്കിലോ ടേ. ചായയുടെ കൂടെ ആണെങ്കിൽ ചേ. ടായുടെ കൂടെ ആണെങ്കിൽ ടേ. അപ്പൊ ഏത് അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിലും അതിന് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സോ ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇതാണ് കെ. അതുപോലെ കായുടെ കൂടെ ഏന്റെ സിമ്പിൾ ഇട്ടാലോ? നേരത്തെ കെ എന്ന് വായിച്ചു, ഇപ്പൊ ഇത് വായിക്കേണ്ടത് കേ. എന്താണ്? കേ. ഇനി ഐ എന്ന സിമ്പിള് കെയുടെ കൂടെ ഇടാം. ഇപ്പൊ ഇതെന്താ വായിക്കുക? ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ ഒരു കെ ഉണ്ടല്ലോ, അതിനേക്കാളും മുമ്പ് ഒരു എ ആണല്ലോ എന്ന്. ഇതിനെ ഒരുമിച്ചേ വായിക്കാവുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാ ഇത് വായിക്കുക? കൈ. കൈ. ഓക്കെ, ഇനി നിങ്ങളുടെ ടേൺ ആണ്. ഫസ്റ്റ് വൺ. ഇതെങ്ങനെയാ വായിക്കുക? ഇത് എന്താണ്? യെസ്, കെ. ഇതോ കേ. ഇതോ കൈ. വെരി ഗുഡ്. ഇനി ഈ സിമ്പിൾസ് വരുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. തായുടെ മുന്നേ ഈ എയുടെ സിമ്പിൾ ഇട്ടപ്പോ ഇതിനെ എന്താണ് വായിക്കുക? തേ. എപ്പോഴും ഒരു സിമ്പിൾ വരുന്ന സമയത്ത് ആ വാക്കിനെ പിന്നെ സെപ്പറേറ്റ് വായിക്കാൻ പാടില്ല. സിമ്പിളോട് കൂടി തന്നെ വേണം വായിക്കാൻ. അപ്പൊ ഇവിടെ തായുടെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. സോ ഇത് തേ ആയി മാറും. തെങ്ങ്. ഇവിടെ ച എന്നാണ് ഈ അക്ഷരത്തിന്റെ പേര്. ചായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെന്താണ് വായിക്കേണ്ടത്? ചേ. ഇവിടെ നിങ്ങൾ മുമ്പ് കണ്ടിരിക്കുന്ന ഒരു ചിഹ്നം അഗെയിൻ വന്നു. എന്താണിത്? ഈയുടെ സിമ്പിൾ ആണ്. ഈ വാക്കാണ് ചെവി. അടുത്തത് ദേ ആ ഫോണ് പോലത്തെ അല്ലെങ്കിൽ ആ വയറ് പോലത്തെ സിമ്പിൾ വന്നിരിക്കുന്നു. എന്താണിത്? ഏടെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ ഇത് നാണ്, ഇത് നേരം എന്നാണ് ഈ വാക്ക്. നായുടെ കൂടെ ഏ വന്നപ്പോ നേ ഒരുമിച്ച് തന്നെ വായിക്കണം. ഇത് മാ എന്ന അക്ഷരമാണ്. മായുടെ കൂടെ ആ സിമ്പിൾ വന്നപ്പോ മേ ആയി. ഓക്കെ, മേഘം. അടുത്തത് പാ. പായുടെ കൂടെ ഇത് രണ്ടെണ്ണം ഇരിക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? പൈ. പൈ. പൈസ, മണി. അടുത്തത് മായുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. മൈ. മൈതാനം എന്നാണ് ഈ വേർഡ്. ഇവിടെയും ഒരു സിമ്പിൾ. ഈ സിമ്പിൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് എന്തിന്റെ സിമ്പിളാണ്? ആ, അതുകൊണ്ടാണ് താഴെ കൂടെ ഇത് വന്നപ്പോ മൈതാനം എന്ന് വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ ഈ വീഡിയോയില് നമ്മള് എ എ ഐ ഈ 3 അക്ഷരങ്ങൾ പഠിച്ചു. ഇതെങ്ങനെ എഴുതുമെന്ന് പഠിച്ചു. ഇതിന്റെ സിമ്പിൾസും പഠിച്ചു. ഈ വീഡിയോസ് എല്ലാം ഒരുമിച്ച് അവൈലബിൾ ആയതുകൊണ്ട് എല്ലാം ഒരു ദിവസം തന്നെ പഠിച്ചേക്കാമെന്ന് ഒരു കാരണവശാലും തീരുമാനിക്കരുത്. നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിലുള്ളതും അന്നന്ന് പഠിച്ച് ആ വാക്കുകളും ആ സിമ്പിൾസും ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ച് ചെറിയ ചെറിയ വാക്കുകൾ, നിങ്ങൾ വാക്കുകൾ ഫുൾ ആയിട്ട് വായിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഈ ഒരു സിമ്പിൾ മാത്രം കണ്ടുപിടിക്കുക, ഈ അക്ഷരങ്ങൾ മാത്രം കണ്ടുപിടിക്കുക. അത് മാത്രമേ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വായിക്കാം. ഇല്ലെങ്കിൽ മെല്ലെ മെല്ലെ നമ്മൾ ബേസിക് മലയാളം വായിക്കാൻ പഠിച്ചിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.